Welcome to Try It Fam. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പ്രകൃതിയിലേക്ക് ഒരു യാത്ര പോകണമെന്ന് തോന്നിയാൽ എത്താൻ കഴിയുന്ന മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് പേപ്പാറ ഡാം. ഇന്നത്തെ യാത്ര കാടുകളും മലകളും ചുറ്റിപ്പറ്റിയ ഒരു മനോഹര പ്രദേശത്തേക്കാണ്. ഈ കാണുന്നത് വനം വകുപ്പിന്റെ ഒരു സെഷൻ ഓഫീസാണ്. തിരുവനന്തപുരം സിറ്റിയെ പിന്നിലാക്കി യാത്ര ആരംഭിക്കുമ്പോൾ ആദ്യം കാണുന്നത് സാധാരണ നഗര കാഴ്ചകളാണ്. പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ടാൽ യാത്രയുടെ ഭംഗി മാറിത്തുടങ്ങും. റോഡിന്റെ ഇരുവശങ്ങളിലും മരങ്ങളും പച്ചപ്പും കൂടുതലായി കാണാം. ഇടയ്ക്ക് ചെറിയ ഗ്രാമങ്ങളും വളവുകൾ നിറഞ്ഞ വഴികളും യാത്രയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കും. ഈ കാണുന്നത് പേപ്പാറ ഡാമിലേക്ക് പോകുന്ന വഴിയിലുള്ള നാടൻ ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്പോട്ടാണ് കാട്ടിലെ കട. പേപ്പാറയിലേക്കുള്ള റൂട്ട് തന്നെയാണ് ഈ യാത്രയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വരുമ്പോൾ വഴിയരികിലെ കാഴ്ചകൾ കൂടുതൽ മനോഹരമാകും. പല ഭാഗങ്ങളിലും മരങ്ങൾ റോഡിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം. ഇവിടെ നിന്നും ലെഫ്റ്റിലേക്കുള്ള വഴി പൊടിയക്കാല എന്ന ആദിവാസി ഊരിലേക്കുള്ളതാണ്. ഈ കാണുന്നത് പേപ്പാറ ഡാമിലേക്കുള്ള എൻട്രൻസ് ആണ്. എൻട്രൻസിനോട് ചേർന്നായി കാണുന്ന വനശ്രീ ഷോപ്പിൽ തേൻ, സ്പൈസസ് തുടങ്ങിയ ഐറ്റംസ് ലഭ്യമാണ്. ഇവിടെ വാഹനം പാർക്ക് ചെയ്ത ശേഷം അകത്തേക്ക് നടന്നാണ് പോകേണ്ടത്. വനം വകുപ്പിന്റെ കീഴിൽ ഇവിടെ നേച്ചർ ക്യാമ്പ് നടത്താറുണ്ട്. കരമനയാറിന് മുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഡാം തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള പ്രധാന കുടിവെള്ള പദ്ധതികളിൽ ഒന്നാണ്. 1980കളിൽ നിർമ്മിച്ച ഈ പദ്ധതി ഇന്നും നഗരത്തിന്റെ ജലവിതരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പല കാരണങ്ങളാലും ഡാമിന് മുകളിലേക്ക് എൻട്രി ഇല്ല.
പ്രദേശം പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമായതിനാൽ ചുറ്റുമുള്ള പ്രകൃതി ഇന്നും മനോഹരമായി നിലനിൽക്കുന്നു. യാത്രയ്ക്കിടെ വനപ്രദേശങ്ങളും പലതരം പക്ഷികളെയും കാണാൻ സാധിക്കും. ഡാമിന്റെ സമീപത്ത് നിന്ന് നോക്കുമ്പോൾ ജലാശയത്തിന്റെ വിശാലതയും ചുറ്റുമുള്ള മലകളുടെയും കാടുകളുടെയും ഭംഗിയും ഒരുമിച്ച് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ട്രാവൽ വീഡിയോസ്, റീൽസ്, ഫോട്ടോഗ്രാഫി എന്നിവയ്ക്കായി പലരും ഈ സ്ഥലം തിരഞ്ഞെടുക്കാറുണ്ട്. പേപ്പാറ സന്ദർശിക്കുന്നവരിൽ പലരും ഇവിടെ എത്തുന്നത് യാത്രയുടെ എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. ലോങ് ഡ്രൈവ് പോകാൻ ഇഷ്ടപ്പെടുന്നവർക്കും നേച്ചർ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്കും ഈ സ്ഥലം വളരെ അനുയോജ്യമാണ്. മഴക്കാലത്തും രാവിലെയും ഇവിടെ കാണുന്ന കാഴ്ചകൾ കൂടുതൽ മനോഹരമാണ്. ഡാമിൽ നിന്ന് ഫോറസ്റ്റ് വഴിയിലൂടെ കുറച്ച് മുന്നോട്ട് പോയാൽ കാണുന്നത് KSEBയുടെ ഒരു ചെറിയ പവർ സ്റ്റേഷനാണ്. മഴക്കാലത്ത് ജലനിരപ്പ് ഉയരുമ്പോൾ ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം ആരംഭിക്കും. തിരുവനന്തപുരം നഗരത്തിന് കുടിവെള്ളം നൽകുന്നതിനോടൊപ്പം ചെറിയ രീതിയിൽ വൈദ്യുതിയും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്നത്തെ പേപ്പാറ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു മനോഹര യാത്രയുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.